ഫ്ലോപ്പ് ആവുന്ന ബിസിനസ്സിൻ്റെ 80% റീസണും ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസും കറക്റ്റായിട്ട് ബഡ്ജറ്റ് ചെയ്യുകയും എക്സ്പെൻസിൽ തന്നെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ റിസീവബിൾസ് സ്പീഡപ്പ് ആക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ കളക്ഷൻ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. ഇതിനു വേണ്ടി കൃത്യമായി ഇൻവോയ്സ് ചെയ്യുകയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫോളോ അപ്പ് ചെയ്യുകയും വേണം. കൂടാതെ ഏർലി പേയ്മെൻറ്റ് ഡിസ്കൗണ്ട്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ചെയ്യാനുള്ളതാണ് നമ്മുടെ പേയബിൾസ് റെക്കോർഡ് ചെയ്യുക, പേയബിൾസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ പേയ്മെൻറ്റ് ടേംസ് എക്സ്റ്റെൻഡ് ചെയ്യുക, നെഗോഷിയേറ്റ് സപ്ലൈസിനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും കൂടാതെ ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും നോക്കുക. അടുത്തതായി നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻവെൻട്രി ലെവൽസ്. അതായത് നോൺ മൂവിങ് ഐറ്റംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടി നോക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു 3 to 6 months മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ കളക്ഷൻസ് സ്പീഡപ്പ് ആക്കാനും നമ്മുടെ പേബിൾസ് കൺട്രോൾ ചെയ്യാനും എല്ലാം ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്.